ഈ എമ്പുരാന്റെ ട്രെയിലറൊക്കെ കണ്ട് കൊള്ളാന്നൊക്കെ ഞാൻ പറഞ്ഞില്ല. അപ്പൊ ഈ പടത്തിന്റെ റിലീസ് മാർച്ച് 27-നാണ്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. നമുക്കൊന്ന് മാറിയെന്ന് സംസാരിച്ചൂടെ? നീ പറയടാ. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്. നേരത്തെ റിലീസാക്കിയാലും നന്നായി. ഒണ്ടറടങ്ങ ഈ പന്നി കുടുംബസമേതം മാസപ്പടി പറ്റിച്ചു പോകുള്ളൂന്നാ തോന്നുന്നേ. പിന്നെ ഒരു 10 ദിവസം കൂടെ കഴിയുമ്പോഴത്തേന്, ഒരു 10-12 ദിവസം കഴിയുമ്പോഴത്തേ ഈ സാധനം വരുന്നുണ്ട്. ഇത് കണ്ടോ? ഉപദേശം കൊള്ളാം വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. ഈ മോഹൻലാലൊക്കെ എന്തൊക്കെ കാണിച്ചാലും ഈ ഒരു റേഞ്ചിൽ വരത്തില്ല. ഉറപ്പിക്കാമോ? എന്നാ തോമം മുടിയൊന്ന് നീട്ടി വളർത്തും SI സോമം പുള്ളയ്ക്ക് ചെരക്കാൻ. അപ്പൊ നേരത്തെ ആ പടം ഓടിച്ചങ്ങ് സൈഡിലോട്ട് മാറിയിരിക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതായിരിക്കും ഇവര് ആദ്യം മാർച്ച് 27 കൊണ്ട് റിലീസ് ചെയ്തു. ഇല്ലടാ, അത് പറയാനാ ഞാൻ വന്നത്. 2 വിരല് മതി കൊരവള്ളി പൊട്ടിച്ച് നിന്നെ കൊല്ലാൻ. ചെയ്യാത്തത് നീ ചെയ്ത ക്രൂരതയ്ക്ക് നീ അനുഭവിക്കണം. പടം എങ്ങനെ ആയിരിക്കും എനിക്കറിയത്തില്ല. എന്താണേലും അത് ഈ കോട്ടും കൂളിംഗ് ഗ്ലാസും സീനൊക്കെ കൊണ്ട് ലാലേട്ടൻ ഇങ്ങനെ നിരങ്ങുമ്പോൾ ഇപ്പുറത്തൂടെ ഇങ്ങേരി ബൈക്കൊക്കെ ഓടിച്ചിറങ്ങുന്ന കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് പോവും. അപ്പൊ ജോണിക്കുട്ടി, നിനക്കൊന്നും അറിയില്ല. കാരണം നീ കുട്ടിയാണ്. കുട്ടികളാകാതെ മുതിരരുത്. മുതിർന്നവർ കുട്ടികളാവുകയും വരുന്നു. അങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിൽ ആണും പെണ്ണുമല്ലാതെ ജീവിക്കുന്നവന്മാരെ ഏതോ ഒരു നമ്പർ ഇട്ട് വിളിക്കാറില്ലേ? ഇല്ലേ ബാപ്പുട്ടിക്ക? അല്ലേ, എമ്പുരാൻ അങ്ങോട്ട് മാറിക്കഴിയുമ്പോ മമ്മൂട്ടി ഫാൻസിന് ആഘോഷിക്കാനുള്ള സാധനം വരുന്നുണ്ട്. ഈ റിയൽ ആഘോഷം അവിടെ നടക്കും മിക്കവാറും. മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം. അത് തെറ്റായിരുന്നു എന്ന് ബോധ്യപ്പെടുമ്പോ നീ വാ. അച്ഛന്റെ കാൽവരലിലെ 2-3 നഖം വെട്ടിത്തരാൻ ഞാൻ കൊണ്ടുപോയി ചന്ദനമുട്ടിയിൽ വെച്ച് കത്തിച്ച് ആശ തീർക്കാം. നിനക്ക് ആശ തീർക്കാം. നീ പോടാ മോനെ ദിനേശ. ഹെൽമെറ്റ് ഒന്ന് എടുക്ക്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളിന്റെ മുഖമാണോ നോക്കട്ടെ. ഇത് ഞാനല്ലേ? ഇങ്ങോട്ട് പോയി.